മഹത്വപ്പെടുമാറാട്ടെ. കൃപാവരങ്ങൾ എന്നുള്ള വിഷയം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനിൽ കൂടുതലായിട്ടും നമ്മൾ 1 കൊരിന്ത്യർ 12, 13 അധ്യായങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ തുടരാം. ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ട വ്യക്തികൾക്ക് ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ട വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്താൽ കൃപാവരങ്ങൾ വീതിച്ചു കൊടുക്കുന്നുണ്ട്. വിശ്വാസിയുടെ ഇഷ്ടപ്രകാരമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്താലാണ് അതാത് കൃപാവരങ്ങൾ വീതിച്ചു കൊടുക്കുന്നത്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന ആൾക്കാരെ പരിശുദ്ധാത്മാവ് ഒരു ശരീരം ആക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് കൊരിന്തി സഭയിൽ നടന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന വിഷയം ഇതാണ്: ഹൈലൈറ്റിംഗ് വൺ സ്പിരിച്വൽ ഗിഫ്റ്റ് വിച്ച് ദി ഹോളി സ്പിരിറ്റ് ഡിഡ്ന്റ് ഗിവ് ടു എവരി വൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് വാട്ട് ഗോഡ് ഗേവ് ദം. പരിശുദ്ധാത്മാവായ ദൈവം അവർക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുത്ത കൃപാവരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കിട്ടാത്ത കൃപാവരങ്ങളെ, അല്ലെങ്കിൽ ഒരു കൃപാവരത്തെ മാത്രം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അതിൽ അവരുടെ ഫോക്കസ് വെക്കുന്നത്. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം. നമുക്കറിയാം, ഈ ഒരു സഭയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കൃപാവരം അന്യഭാഷയാണ്. അത് അവർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും അത് വേണം. അവർക്കത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി അവർക്ക് തന്നെ ഒരു കെയറില്ല. ദൈവം തന്നിട്ടുണ്ടല്ലോ ഇല്ലെങ്കിലും എനിക്ക് അന്യഭാഷ കിട്ടിയിരിക്കണം, അതാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അന്യഭാഷ ഇല്ലാത്ത ആൾക്കാർ അവരെ തന്നെ സഭയിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്രസക്തമായിട്ടുള്ള ആൾക്കാരായിട്ടാണ്, ഇറലവൻ്റായിട്ട്. എന്നുവെച്ചാൽ എനിക്ക് അന്യഭാഷയില്ല, അതുകൊണ്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഈ സഭയിലില്ല, ഈ സഭയ്ക്ക് എന്നെക്കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് അവർ ചിന്തിക്കുന്നതിന് കാരണം എന്താ? അവർക്ക് അന്യഭാഷ ഇല്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും അവർക്ക് കിട്ടുന്ന ആ വ്യക്തിത്വം, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അവരെന്തിനാണ് കൊടുത്തിരുന്നത്? അന്യഭാഷയ്ക്കാണ് കൊടുത്തിരുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന കൃപാവരമാണ് അവരുടെ വ്യക്തിത്വം, അല്ലാതെ ക്രിസ്തുവിൽ നിന്നും വരുന്ന വ്യക്തിത്വമല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സമൂഹത്തിൽ അവർക്ക് ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. അവർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലെന്നുള്ളൊരു ധാരണയിലേക്ക് അവരെത്തിച്ചേർന്നു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളായത് ഏതെങ്കിലും കൃപാവരം കിട്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. അവർ ദൈവത്തിൻ്റെ സമൂഹത്തിൽ അംഗങ്ങളായത് ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ടാണ്. അതാണ് 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പൗലോസ് ഇവരോട് പറയുന്നത്, നിങ്ങൾ കൃപാവരത്തെ വെച്ച് തമ്മിൽ അടികൂടാതെ നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ തെളിവ് എന്താണ്? നിങ്ങൾക്ക് അന്യഭാഷ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ തെളിവ്, പരിശുദ്ധാത്മാവിൻ്റെ തെളിവ്. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവെന്ന്, യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നതാണ് ആത്മാവിൻ്റെ തെളിവ്. അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് പൗലോസ് ഈ അധ്യായം മുഴുവനായിട്ട് എഴുതുമ്പോൾ ഒരു ശരീരവും അതിൻ്റെ അംഗങ്ങളുടെയും ഒരു ഉദാഹരണവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ഇവിടെ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തെ ഉപയോഗിച്ച് പൗലോസ് ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അതൊന്നൊന്നായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1. A body consists of different organs, each with varying functions. ഒരു ശരീരത്തിന് പല അംഗങ്ങളുണ്ട്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്. ഈ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. എല്ലാ ഓർഗനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. കൈ, കാല്, ചെവി,
കണ്ണ്, മൂക്ക്, നാക്ക്, അങ്ങനെ അവരെ തന്നെ വ്യത്യസ്തരാക്കുന്ന അവരുടേതായിട്ടുള്ള ജോലി മേഖലകളുണ്ട്. രണ്ടാമത്തെ സത്യം, ഈച്ച് ഓഫ് ദീസ് ബോഡി പാർട്സ് ആർ ഇൻറ്റഗ്രൽ ടു ദ ബോഡി in a manner that even if a foot feels inferior, that he is not a hand, and considers that it is not a part of the body, that thought doesn't make the foot any less part of the body. എന്ന് വെച്ചാൽ ശരീരത്തിലെ ഓരോ അംഗങ്ങളും അവിഭാജ്യ ഘടകങ്ങളാണ്. ഇനിയിപ്പോൾ കാല് വിചാരിക്കുക ഞാൻ കൈയല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ശരീരത്തിൽ പ്രത്യേകിച്ചൊരു സ്ഥാനവുമില്ല, ഞാൻ ഈ ശരീരത്തിൻ്റെ അംഗമല്ല എന്ന് കാല് ചിന്തിച്ചാൽ പോലും കാലൊരിക്കലും ഈ ശരീരത്തിൻ്റെ ഭാഗമല്ലാതാവുന്നില്ല. ദ സെയിം ആർഗ്യുമെൻറ്റ് ഹോൾഡ്സ് ട്രൂ ഈവൻ ഇഫ് ദി ഇയർ സേസ് എ കംപ്ലയിൻറ്റ് അബൌട്ട് നോട്ട് ബീങ് ദി ഐ. കണ്ണാകാൻ പറ്റാത്ത ഒരു പരാതി ചെവി പറഞ്ഞാലും ചെവി ശരീരത്തിൻ്റെ അംഗമല്ലാതാകുന്നില്ല. അതാണ് ഇവിടെ പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 17-ാമത്തെ വാക്യത്തിൽ, ഈ ശരീരം മുഴുവൻ ഒറ്റ അവയവമേ ഉള്ളൂ എങ്കിൽ അതിനെ ഒരു ശരീരമെന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? എ ബോഡി ബൈ ഡെഫിനിഷൻ കൺസിസ്റ്റ് ഓഫ് മെനി പാർട്സ്. മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അത് നിർവചിക്കുന്നത് തന്നെ പല അംഗങ്ങളുടെ ഒരു ഒത്തുചേരലായിട്ടാണ്. In the same way, God has arranged members in the body of Christ with diverse spiritual gifts as He chose. പിന്നെയും പറയുന്ന ഒരു കാര്യമാണ്, തൻ്റെ ഇഷ്ടപ്രകാരമാണ് അനവധി കൃപാവരങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. Some are placed in the limelight where everyone can see. എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ചില അംഗങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. The others are invisible to the naked eye. നഗ്നമായ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത തലത്തിൽ ആണ് മറ്റ് അവയവങ്ങളുള്ളത്. ഓക്കെ, പൗലോസ് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികൾക്ക് അന്യഭാഷ ഉണ്ട്, മറ്റു ചിലർക്ക് ഇല്ല. ബട്ട് ഈച്ച് പേഴ്സൺസ് റോൾ ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ശരീരം സുഗമമായിട്ട് മുന്നോട്ട് പോകുവാൻ ഓരോ അംഗങ്ങളും സുഗമമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് അന്യഭാഷ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൃപാവരം, അവർ ഇച്ഛിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കൃപാവരം അവർക്ക് കിട്ടിയില്ല എന്ന് കരുതി അവരെ തന്നെ അപ്രസക്തരാണെന്നുള്ളത് ചിന്ത വരരുത്. ദേ ഷുഡ് നോട്ട് സീ ദംസെൽസ് ആസ് ഇർറിലവൻറ്റ്. അതിനെപ്പറ്റി പരാതി പറയുന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യേണ്ടത് ഇതാണ്: ദൈവം തൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ അവർ അവരുടെ തൃപ്തി കണ്ടെത്തണം. ഓക്കെ, ദേ ഷുഡ് ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദാറ്റ് ഗോഡ് ഗേവ് ദം ഇൻഡിവിജ്വലി. വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവം കൊടുത്ത കൃപാവരങ്ങളിൽ അവർ തൃപ്തി കണ്ടെത്തണം. അത് അവരായിരിക്കുന്ന ശരീരത്തിൽ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണം. They should also appreciate the diversity of different members of the body of Christ. ക്രിസ്തുവിന് ശരീരത്തിലെ അനേകം വ്യക്തികളുടെ വ്യത്യസ്തത അതും അവർ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു മിനിറ്റ്, ഇവിടെ ഈ റൂമിൽ പല നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ട ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരേ യൂണിഫോമിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളിന്ന് സങ്കല്പിക്കുക. ഇതിലേതിനാ ഭംഗി? പല നിറത്തിലും വന്ന് ഇരിക്കുന്ന ആൾക്കാരാണ് കണ്ണിന് നല്ലത്. അല്ലാത്തതൊരു തരം ടോർച്ചറാണ് കാണുന്നവർക്കും ആ ഡ്രസ്സ് ഇടുന്നവർക്കും. ഓക്കെ, സോ they must not find their relevance in anything outside the redemptive work of Christ that he accomplished on the cross. ഈ കൊരിന്ത്യ വിശ്വാസികൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച വീണ്ടെടുപ്പിൻ്റെ ക്രിയയ്ക്ക് വെളിയിൽ ഉള്ള ഒരു കാര്യത്തിലും അവരവരുടെ വ്യക്തിത്വത്തെ കണ്ടെത്തുവാനോ പ്രസക്തിയെ കണ്ടെത്തുവാനോ ശ്രമിക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾക്ക് എന്താണ് ഒരു പാഠമായിട്ടുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ബൈബിളിൽ ആയിരുന്ന സമയത്തുള്ള അന്യഭാഷയുടെ അതേ രൂപം ഇന്ന് നിലവിലില്ല. ഓക്കെ, എന്നാൽ ഇന്ന്
നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കൃപാവരം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏതാണെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ്. ഓക്കെ, നോബഡി ഫൈറ്റ്സ് ഫോർ ദ ഗിഫ്റ്റ്സ് ഓഫ് മേഴ്സി. കരുണ എന്നുള്ള അല്ലെങ്കിൽ ദാനം ചെയ്യുക എന്നുള്ള കൃപാവരത്തിനെ പറ്റി അടി ഉണ്ടാക്കുന്ന ഒരാളെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അതിൽ പൈസ ചിലവുണ്ട്. മനസ്സിലായില്ലേ? അതിൽ പൈസ ചിലവുള്ളതുകൊണ്ട് മാത്രം ദാനം ചെയ്യുന്ന കാര്യം എനിക്ക് ദാനം ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല. നോ വൺ ഫൈറ്റ്സ് ഫോർ ഫെയ്ത്ത് ബിക്കോസ് ദാറ്റ് വുഡ് മീൻ എ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. വിശ്വാസം എന്നുള്ളൊരു കൃപാവരത്തിന് വേണ്ടിയിട്ട് ആരും അടി കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അങ്ങനെയുള്ള ഒരാൾ ആരെയാണ് കൂടുതൽ ആശ്രയിക്കേണ്ടത്? ദൈവത്തെ ആശ്രയിക്കണം. സ്വയാശ്രയിയായ സ്വയം പര്യാപ്തതയിൽ എത്തി നിൽക്കുന്ന ആരും ഈ കൃപാവരത്തെ ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു കൃപാവരം ഏതാണെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ്. അതിനെ ചൊല്ലി പല സഭകളിലും അടി നടക്കുന്നതുമുണ്ട്. ഈ അടി നടത്തുന്ന ആൾക്കാരിൽ ആ കൃപാവരം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർ ആലോചിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ സഭകൾ ഭിന്നിച്ചങ്ങ് പോവുക ഈ കാര്യത്തിൽ. അപ്പോൾ ഇത്തരം പ്രസിദ്ധിയുള്ള കൃപാവരങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, അതിൽ അവരുടെ വ്യക്തിത്വം കണ്ടെത്തുന്നതാണ് തെറ്റ്. 1 തിമോത്തിയോസ് 3:1 പറയുന്നത്, ഇഫ് എ മാൻ ഡിസയേഴ്സ് ദി ഓഫീസ് ഓഫ് എ എൽഡർ ഹി ഡിസയേഴ്സ് എ നോബിൾ വർക്ക്. ഒരുവൻ അധ്യക്ഷൻ്റെ ഇത് കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല വില കാംക്ഷിക്കുന്നു. അപ്പോൾ കാംക്ഷിക്കുന്നതിലല്ല തെറ്റ്, അത് കിട്ടിയേ തീരൂ, കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ കുറവുള്ളതുപോലെ ഉള്ള തോന്നലാണ് തെറ്റ്. അപ്പോൾ ഇങ്ങനെ ഒബ്സഷൻ ഉള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ 4 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. 1, they are giving more importance to a spiritual gift, one spiritual gift that is one among many that God gives to believers. അനേകം കൃപാവരങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്, അതിലൊന്നിന് മാത്രമേ അൺഹെൽത്തി ആയിട്ട് അവർ നോക്കുന്നുള്ളൂ. എന്നിട്ട് ആ കൃപാവരത്തിനെ കൂടുതൽ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ ക്രിയയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവർക്ക് ഇതിന് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ അടി കൂടുന്ന ആൾക്കാരോട് പെട്ടെന്നൊന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന കാര്യത്തിലാണോ നിങ്ങൾക്ക് സന്തോഷം, അതോ ഒരു മൂപ്പനാവുന്നുള്ള കാര്യത്തിലാണ് സന്തോഷം എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് അവരെന്താ പറയുന്നത്? മൂപ്പൻ. വാഗുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയും, പക്ഷെ മനസ്സുകൊണ്ട് മൂപ്പനായില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഐഡോളട്രി. ഇത് വിഗ്രഹാരാധന അല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കൊരു ചിന്ത വരും, കൃപാവരങ്ങൾ വിഗ്രഹങ്ങളാവോ? ആയിരിക്കും. ദൈവം തന്ന കാര്യം വിഗ്രഹങ്ങളാക്കുന്നതിൽ മനുഷ്യർക്ക് യാതൊരു മടിയില്ല. നമുക്ക് തരുന്ന പൈസയും ജോലിയും എല്ലാം ദൈവത്തിന് ദാനമാണ്. നമ്മളുടെ കഴിവുകൾ ദൈവത്തിന് ദാനമാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുക്കുന്ന കൃപാവരങ്ങളും ദാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ കുഴപ്പം എന്താ? ദാനം ദാതാവിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വിഗ്രഹാരാധിയേക്കാൾ വ്യത്യസ്തരല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. Those who do this will not be inheritors of God's kingdom. ഇങ്ങനെ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക സ്ഥാനമോ കൃപാവരത്തെയോ കാംക്ഷിക്കുന്ന ഒരു വ്യക്തി, അങ്ങനൊരാൾ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഇതിനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഗ്രഹമാണ്. വിഗ്രഹാരാധികളാരും സ്വർഗരാജ്യത്ത് കടക്കത്തില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ട് ഇതേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആക്ഷരികമായിട്ടൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തൊഴുതണമെന്ന് മാത്രമല്ല വിഗ്രഹാരാധിയാവാൻ. ഇതുപോലുള്ള കാര്യങ്ങളെ 24 മണിക്കൂർ ചിന്തിക്കുന്ന ആൾക്കാരും വിഗ്രഹാരാധികളാണ്. ഏത് കൃപാവരവും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ വേണം കാണാൻ, അല്ലാതെ അതിന് മേളിലല്ല. പക്ഷെ അതല്ല. ഇറ്റ്സ് എൻ അൺഹെൽത്തി ഒബ്സഷൻ. So in front of God, what matters is whether you have the perfect righteousness found in Christ or not. ദൈവം നിങ്ങളുടെ മുമ്പിൽ നോക്കും. നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം ആകെ നോക്കുന്ന ഒറ്റ കാര്യമേ ഇതുള്ളൂ.
ക്രിസ്തുവിന് നീതി നിങ്ങളുടെ മേലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നിങ്ങൾ മൂപ്പനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വർഗത്തിലേക്കുള്ള എൻട്രി കിട്ടുന്നത്. ക്രിസ്തുവിന് നീതി നിങ്ങളുടെ മേലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ദൈവം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് വാട്ട് ഗുഡ് ഇറ്റ് ഇസ് ഇഫ് യു ആർ നോൺ ആസ് എൻ എൽഡർ ഓഫ് എ ചർച്ച് ബട്ട് ഡു നോട്ട് പൊസസ് ദ റൈച്ചസ്നെസ് ദാറ്റ് കംസ് ബൈ ഫെയ്ത്ത്. നിങ്ങളൊരു സഭയുടെ ഒരു മൂപ്പൻ ആണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും അതേസമയം തന്നെ വിശ്വാസത്തിലുള്ള നീതീകരണം നിങ്ങൾക്ക് ലഭിക്കാതെയും പോയാൽ എന്ത് പ്രയോജനം? അങ്ങനെ പലരും ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉള്ളുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് ആഗ്രഹിച്ചു പോവുക ഇന്നത്തെ കാലഘട്ടത്തിൽ. സെക്കൻഡ്, they should find satisfaction in what or in how God has rightly distributed the spiritual gifts in the body of Christ as He chose. താൻ തിരഞ്ഞെടുത്ത പ്രകാരം താൻ ആത്മിക വരങ്ങളെ തൻ്റെ പുത്രൻ്റെ ശരീരത്തിലേക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ ഇവർ അവരുടെ സംതൃപ്തി കണ്ടെത്തണം. അക്സെപ്റ്റ് ദാറ്റ് ഗോഡ് ഇസ് സോവറൻ. ദൈവം സർവാധികാരിയാണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചേ മതിയാകും. അതായത് ഞാൻ ഇത് ആഗ്രഹിച്ചു, അദ്ദേഹം ഇത് ആഗ്രഹിച്ചു, അദ്ദേഹത്തിന് ഇത് കിട്ടി, എനിക്കിത് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ തീരൂ എന്ന് ഒരു 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 മൈൻഡ് ഒരു വ്യക്തിക്കുള്ളപ്പോൾ ആ വ്യക്തി തിരസ്കരിക്കുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യൻ ഞാൻ ജ്ഞാനിയാണ്, ദൈവത്തെക്കാൾ ജ്ഞാനിയാണ്, ദൈവത്തെക്കാൾ കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇതെനിക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമാണ്. അതായത് ഞാൻ ഇന്ന ഒരു കൃപാവരം ആഗ്രഹിച്ചു, അദ്ദേഹം ഇന്നൊരു കൃപാവരം ആഗ്രഹിച്ചു, അദ്ദേഹത്തിന് ഇത് കിട്ടി, എനിക്കത് കിട്ടിയില്ല. അദ്ദേഹത്തിന് കിട്ടിയത് ദൈവം സർവാധികാരി ആയതുകൊണ്ടാണ്, എനിക്ക് കിട്ടാത്തതും അതേ സർവാധികാരം കാരണമാണ്. പക്ഷേ ആ സർവാധികാരം ഞാൻ തിരസ്കരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം അൺഹെൽത്തി ഒബ്സഷൻസ് വരുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് കിട്ടാത്തത് ദൈവത്തിൻ്റെ തെറ്റാണ്, അല്ലാതെ ദൈവം തീരുമാനിക്കട്ടെ എനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അതിൽ കീഴടങ്ങും എന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം സർവാധികാരിയാണെന്നുള്ളത് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഈ കൃപാവരം എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ദൈവം എനിക്ക് തന്നില്ല, ദൈവത്തിന് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെയുള്ള പറയാതെ പറയുന്നൊരു കാര്യമാണിത്. നമ്മളത് മനസ്സിലാക്കണം. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് ഇവിടെ കാണണം. മൂന്നാമതായിട്ട്, they should find satisfaction in the spiritual gifts that they have been given and use them for the edification of the church. അവർക്ക് കിട്ടിയ കൃപാവരങ്ങളിൽ തൃപ്തിപ്പെടുകയും അത് സഭയുടെ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. അതിനെ പ്രയോജനമില്ലാതായിട്ട് കാണരുത്. ഏതൊരു ശരീരംഗത്തിനും ശരീരത്തിൻ്റെ പൊതു വളർച്ചയ്ക്ക് ഒരു അവിഭാജ്യ ഘടകമാവുന്നത് പോലെ തന്നെ ഏത് കൃപാവരവും, അതിപ്പോൾ എല്ലാവരും കാണുന്നതായിക്കോട്ടെ കാണാത്തതായിക്കോട്ടെ, അതെല്ലാം സഭയുടെ പ്രയോജനത്തിന് ഉതകുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇറലവൻ്റായിട്ട് കാണരുത്. നാലാമതായിട്ട്, they shouldn't sulk at the diversity of spiritual gifts that is visible in the church. സഭയിൽ ദൃശ്യമാകുന്ന അനേകം കൃപാവരങ്ങളുടെ ഒരു വൈവിധ്യം അത് കാണുമ്പോൾ പരാതിപ്പെടരുത്. ഓക്കെ, അപ്പോൾ ഉന്നതമായിട്ടുള്ള കൃപാവരങ്ങൾ ആഗ്രഹിക്കരുത് എന്നാണോ പൗലോസ് പറയുന്നത്? ഒരിക്കലുമല്ല. 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഒന്ന് വായിച്ചേ. 14:1. 1 കൊരിന്ത്യർ 14:1. അപ്പോൾ വാഞ്ചിക്കുന്നതിൽ തെറ്റില്ല, പൗലോസ് അതാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് കം at the cost of the unity of the church. It should not come at the cost of the smooth functioning of the church. And it should not come at the salvation that we have from God. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാം, പക്ഷേ
അത് സഭയുടെ ഐക്യത്തെ തകർത്തുകൊണ്ടാകരുത്, സഭയുടെ സുഗമമായിട്ടുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷയെ കുറച്ച് കണ്ടുകൊണ്ടാവരുത് ഈ കാര്യം. ആ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ then we will grow as a church. ഇങ്ങനൊരു സന്തുലിത അവസ്ഥ തുടർമാനമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ, അതായത് സഭയുടെ ഐക്യവും സഭയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പും ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയും മുന്നിൽ വെച്ചുകൊണ്ട് ശ്രേഷ്ഠവരങ്ങളെ ആഗ്രഹിക്കുമ്പോൾ ഒരിടത്തും സ്വാർത്ഥത ഉണ്ടാവില്ല, ഭിന്നിപ്പുണ്ടാവില്ല, മുരടിച്ച അവസ്ഥ ഉണ്ടാവില്ല. പലപ്പോഴും അതാണ് ഇല്ലാത്തത്. എനിക്ക് കിട്ടിയില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവർ വാ എന്ന് പറഞ്ഞ് സഭയെ ഭിന്നിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചില ആൾക്കാർ സഭയെ ഭിന്നിപ്പിക്കുന്നതിൻ്റെ നേതൃത്വങ്ങളുടെ പേരിലാണെന്ന്. ഉപദേശപരമായിട്ട് സഭകൾ ഭിന്നിക്കുന്നത് വളരെ വളരെ വിരളമാണ് ഈ കാലഘട്ടത്ത്. പക്ഷേ നേതൃത്വം കിട്ടാത്തതുകൊണ്ട് മാത്രം ഭിന്നതയിലേക്ക് പോയ അനേകം സഭകളുണ്ട്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിലെ ഒരു മൂപ്പൻ, ആകെ രണ്ട് മൂപ്പന്മാരേ ഉള്ളൂ, അതിൽ 3 മൂപ്പന്മാരുണ്ട്. അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ ജോലി മതിയാക്കി അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി 2 ആൾക്കാർക്കും പുതിയൊരാളെ എടുക്കാൻ മടി. ആ ഒരു സിസ്റ്റം തന്നെ തെറ്റാണ്. കാരണം സഭയിൽ ഇങ്ങനൊരു കൃപാവരം ഉള്ള ഒരാളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം, അല്ലാതെ കോട്ട സിസ്റ്റമായിട്ടല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള 2 പേരെ ആക്കാൻ, ബാക്കിയുള്ള 2 പേർക്ക് ഈ പോകുന്ന ആളുടെ ഒഴിവിൽ ഒരാളെ ആക്കാൻ മടി. കാരണം അവരുടെ അധികാരം പിന്നെയും ഷെയർ ചെയ്യേണ്ടി വരും വേറൊരാളുമായിട്ട്. അപ്പോൾ ഇവർ ഇങ്ങനൊരു പ്രൊപ്പോസല് സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അതായത് നമുക്ക് 2 ശുശ്രൂഷകന്മാരെ എടുക്കാം. വളരെ നയപരമായിട്ട് ആ കാര്യം അവർ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഒരു മൂപ്പനെ ഒഫീഷ്യലായിട്ട് എടുക്കാതെ 2 ശുശ്രൂഷകന്മാരെ എടുക്കാം. അപ്പോൾ ഒരു മൂപ്പൻ സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാൾ ഇതിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ഇതാണ്: ഒരു പാൻറ്റ് കയറിയ 2 ഷർട്ടാണോ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു പാൻറ്റ് കയറിയ 2 ഷർട്ടാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയ അടി പിന്നീട് ആ സഭയെ 2 ആക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും അതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് വേദനിക്കുന്നതെന്നുള്ളതും നമ്മൾ പലപ്പോഴും കാണാറില്ല, പ്രത്യേകിച്ച് ഈ അടി ഉണ്ടാക്കുന്ന ആൾക്കാർ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വേർപാടുകാർക്ക് നമ്മൾ പറയുന്ന സുവിശേഷത്തിനൊന്നും ശക്തിയില്ലാതെ പോകുന്നത്. ഇതുപോലുള്ള അടികൾ സാധാരണ ദൈവമില്ലാത്ത സമൂഹങ്ങളിൽ സർവ്വസാധാരണമാണ്. പക്ഷെ അത് നമ്മുടെ ഇടയിൽ വരുമ്പോൾ ഇറ്റ്സ് സംതിങ് റോങ്. അത് നമ്മൾ പലപ്പോഴും ഗവനിക്കുന്നില്ല. ആൻഡ് ദാറ്റ് സംതിങ് വി ഷുഡ് ബി ഓൾവേസ് അവെയർ അബൌട്ട്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഹൈലൈറ്റിംഗ് വൺ സ്പിരിച്വൽ ഗിഫ്റ്റ് ഓവർ അതേഴ്സ്. കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളിൽ ഒരെണ്ണത്തിന് അല്ലെങ്കിൽ 2 എണ്ണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ളതിന് വലിയ പ്രാധാന്യം ഇല്ലാതെ പോകുന്നത് ഒരു അവസ്ഥ. രണ്ടാമത്തെ കാര്യം, പെർസ്യൂട്ട് ഓഫ് സം ഗിഫ്റ്റ്സ് ക്രിയേറ്റിംഗ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സിൻഫുൾ ഇൻഡിപെൻഡൻസ് ഫ്രം അതേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കൃപാവരം എനിക്ക് വാഞ്ചിച്ച അല്ലെങ്കിൽ ശ്രേഷ്ഠമായൊരു കൃപാവരം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചില വ്യക്തികൾ എന്താ ചിന്തിക്കുന്നത്? ഇത് കിട്ടിയ ചില വ്യക്തികൾ എന്താ ചിന്തിക്കുന്നറിയോ? ഇനി എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതാണ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പ്രശ്നം. അപ്പം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രശ്നം പ്രത്യേക ഒരു കൃപാവരം ഇല്ലാത്തത് കൊണ്ട് ഒരു അപഹർഷതാബോധമായിരുന്നുവെങ്കിൽ ഇവിടെ ആ ഒരു പ്രത്യേക കൃപാവരം കിട്ടിയതിന് ശേഷമുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നേരത്തെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു പ്രശ്നം, ഇവിടെ എന്താണ്?
സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പ്രശ്നം. എന്നുവെച്ചാൽ അവർക്കുള്ള ഒരു കൃപാവരം മറ്റൊരു വ്യക്തിക്ക് ഇല്ല എന്ന് കാണുമ്പോൾ എനിക്ക് ഈ സഹോദരനായിട്ടുള്ള വലിയ കൂട്ടായ്മയൊന്നും വേണ്ട, അടുപ്പമൊന്നും വേണ്ട. മൈ സ്പിരിച്വൽ ഗിഫ്റ്റ് ഇസ് ഓണറബിൾ, യോസ് ഇസ് നോട്ട്. എൻ്റെ ആത്മീയ കൃപാവരമാണ് നല്ലത്, നിങ്ങളുടേത് അത്ര ശ്രേഷ്ഠമല്ല. ഈ സഭയിൽ നിങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ ചില സഭകൾ ഒരാളോട് പറയും, അവർ ചർച്ച് വിൽ സർവൈവ് ഈവൻ ഇഫ് യു ആർ നോട്ട് ദെയർ. നിങ്ങളില്ലെങ്കിൽ ഈ സഭ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചില വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ട്. പോൾ അഗൈൻ ബ്രിങ്സ് ദ മെറ്റഫർ ഓഫ് ദ ബോഡി. ഇവിടെയും പൗലോസ് ശരീരം എന്നുള്ള ആ ഒരു ഉദാഹരണം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ശരീരത്തിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു അംഗത്തിന് പോലും അന്യോന്യം എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അത് വേണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. അതിനുള്ള ചില സിദ്ധാന്തങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് സീം ടു ബി വീക്കർ ആർ ഇൻഡിസ്പെൻസബിൾ. ബലഹീനമെന്ന് നാം ചിന്തിക്കുന്ന ചില ശരീരഭാഗങ്ങൾ സത്യം പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങളാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ നോൺ ഡോമിനൻ്റ് ഹാൻഡ്, ഡോമിനൻ്റ് ഹാൻഡ്. നമ്മൾ ക്രിക്കറ്റോ ബാഡ്മിൻ്റണോ കളിക്കുമ്പോൾ കൂടുതലും നമ്മൾ ഒരു കൈ കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷെ മറ്റേ കൈക്ക് ഒരു റോളും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് വി തിങ്ക് ആർ ലെസ് ഓണറബിൾ വി ബെസ്റ്റോ ഗ്രേറ്റർ ഓണർ. കുറഞ്ഞ മാനമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില ശരീരഭാഗങ്ങൾക്ക് നമ്മൾ എന്താണ് കൂടുതൽ മാനം കൊടുക്കുന്നുണ്ട്. ദെൻ our unpresentable parts are treated with greater modesty, which our presentable parts don't require. പുറത്ത് കാണിക്കാൻ പറ്റാത്ത ശരീരഭാഗങ്ങൾക്ക് നമ്മൾ കൂടുതൽ മോഡസ്റ്റി, മാനം കൊടുക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങൾക്ക് അത്രയും മാനത്തിൻ്റെ കാര്യമില്ല. വാട്ട് വി തിങ്ക് ആസ് വീക്കർ ഓർ അൺനെസസറി ഇസ് ആക്ച്വലി ഇൻഡിസ്പെൻസിബിൾ, ഓണറബിൾ ആൻഡ് മോഡസ്റ്റ്. ബലഹീനമെന്നും ആവശ്യമില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികളും സത്യം പറഞ്ഞാൽ സഭയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാനമുള്ള ആദരവുള്ള ആൾക്കാരാണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഞാനൊരു പ്രാസംഗികനാണ്, അതുകൊണ്ട് ഈ സഭയിൽ പ്രസംഗിക്കുന്നവർ മതി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷക്കാർ പിന്നെ എവിടെ പോകും? അവരില്ലാതെ ഈ സഭ മുന്നോട്ട് പോവുമോ? ഇനി അവരില്ലെങ്കിൽ എല്ലാ ജോലിയും എൻ്റെ തലയിലാവില്ലേ? അപ്പോൾ ഒരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഒരു മൂപ്പനോ സുഗമമായിട്ട് ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ആ സജീവ പ്രവർത്തനത്തെ പലപ്പോഴും ഒരു സഭായോഗത്തിൻ്റെ വേളയിൽ ആരും കാണുന്നില്ല. പക്ഷെ അതില്ലാതെ ഈ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ശോഭിക്കാനും സാധിക്കുന്നില്ല. ഓക്കെ, so those who are proud of their spiritual gift to the point of being sinfully independent of each other must know that God has created a body of believers with diverse spiritual gifts. കിട്ടിയ കൃപാവരങ്ങളെ ഓർത്ത് അഹങ്കരിക്കുന്ന ആൾക്കാർ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഞാൻ സ്വതന്ത്രനാണ്, എല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാനിപ്പോൾ പറയുന്നത് ഇതാണ്: ദൈവം പല കൃപാവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ വാഞ്ചിക്കുന്ന കൃപാവരങ്ങളും അതിലുണ്ട്, അതല്ലാത്തതും അതിലുണ്ട്. He gives greater honor to those gifts that are not treated with honor. മനുഷ്യരാരും ചില കൃപാവരങ്ങൾക്ക് മാനം കൊടുത്തില്ലെങ്കിലും ആ കൊടുക്കാത്ത വ്യക്തികൾക്ക് ദൈവം അധികം മാനം കൊടുക്കുന്നുണ്ട്. The reason for God giving them greater honor to those who are looked down by others is that there may be no division in the body. ദൈവം അവർക്ക് കൂടുതൽ മാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സഭയിൽ ഭിന്നത ഉണ്ടാവാതിരിക്കാനാണ്. ഇപ്പോൾ ദൈവം പോലും ഈ പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സഹായം കൊടുക്കുന്നുവെങ്കിൽ
അവിടെ ഒരു ഭിന്നത ഉണ്ടായിരിക്കും. ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, കൈയും ഷോൾഡറും കാലും എല്ലാം ഒരുപോലെ ട്രെയിൻ ചെയ്യണം. ഈ ഒരു അപ്പർ ബോഡി മാത്രം നോക്കിയിട്ട് കാല് അരയ്ക്ക് കീഴ്പോട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ജിമ്മിൽ പോകുന്നവർക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു യുക്തി എന്താണെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇറ്റ്സ് സോ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് മേ ഹാവ് ദ സെയിം കെയർ ഫോർ വൺ അനദർ. എല്ലാ അംഗങ്ങൾക്കും അന്യോന്യം ഒരേ കരുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇരട്ടി മാനം അല്ലെങ്കിൽ അധികം മാനം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ലെസൺസും 13-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു വിശദീകരണവും നമുക്ക് ദൈവം സഹായിച്ച് അടുത്ത തവണ ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.